ആയിട്ടുള്ളൊരു ഡസ്റ്റ്ബിന്ന് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ അതുപോലെ ഒരു ബോക്സ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കിത് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പകുതിക്ക് വെച്ചിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. സോ ഞാൻ ഇത് പകുതിക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ഈ ഫോണിൻ്റെ വലിയ ഭാഗം ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേൾ ഭാഗം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കാം. അപ്പം പിന്നെ ചെറിയ ഭാഗത്തുനിന്ന് ഒരു ഭാഗം ഇതുപോലെയും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതല്ലാണ്ട് ചെറിയ ഭാഗം ഉണ്ടാവുമല്ലോ, ചെറിയ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ ഒരു പീസും കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ചെറിയൊരു പീസും കട്ട് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പകുതിക്ക് വെച്ചിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ഓർമ്മ വന്നത് ഗൈസ്. ഇത് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫോണിൻ്റെ ബോക്സാണ് ഗൈസ്. എൻ്റെ വീട്ടിലൊന്നും ഇതുണ്ടായിട്ടില്ല. എൻ്റെ അമ്മേൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു. അപ്പം ഈ മേളത്തെ ഭാഗം നമ്മളിത് ഇതുപോലെ ഇതാക്കി എടുത്തിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെയാണ് മേളത്തെ ഭാഗം കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു പിന്നെ ആ ചെറിയ ഭാഗത്തുനിന്ന് വേറൊരു വലിയ ഭാഗവും ആ ചെറിയ ഭാഗത്തുനിന്ന് തന്നെ വേറെ ഒരു ചെറിയ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് എല്ലാം നമുക്കൊന്ന് ഇത് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കണം. പേപ്പർ ഞാൻ ഇത് ഈ ഒരു വീഡിയോ ഒന്ന് ഇടാൻ കാരണം തന്നെ ഞാൻ ഇന്നലെ കാണിച്ച വാൾപേപ്പറാണ്. ആ വാൾപേപ്പർ കൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് വാൾപേപ്പറൊന്ന്. അപ്പം സോ ഗൈസ്, ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസറായിട്ടോ ഡസ്റ്റ്ബിന്നായിട്ടോ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിനിപ്പോൾ ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ഞാൻ എന്തൊക്കെയാണെന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഞാൻ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് അച്ഛൻ്റെ. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതല്ല, യൂട്യൂബിൽ നിന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുന്നതല്ല. സോ നല്ല സൗണ്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ചെറിയ പോർഷൻ താഴെയും വലിയ പോർഷൻ മേലെയാണിത്. ചെറിയൊരു പാർട്ടി താഴെയാണ് നമുക്ക് വെക്കേണ്ടത്, വലിയ പാർട്ടി നമുക്ക് മേലെയാണ് വെക്കേണ്ടത്. ഞാൻ വാൾപേപ്പർ എടുത്തിട്ടുണ്ട്, സ്റ്റിക്കർ പ്രിൻ്റ് എടുത്ത ഇന്നലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ഇന്നലെ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് വേഗം പോയി ഈ വീഡിയോ കണ്ടിട്ട് കണ്ടോളൂ. അപ്പം എന്താ പറയുക, ഈ ഒരു ഹാർട്ടിൻ്റെ ആണ് ഞാൻ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്, കവർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കവർ ചെയ്യാം. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ വലിക്കേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ഞാൻ ചെയ്തെടുത്തത് അതിൽ നിന്ന് തന്നെ ഒരു പേപ്പർ ആ സ്റ്റിക്കർ വെച്ചിട്ട് ഇതാക്കിയതാണ്. നിങ്ങൾക്ക് നമ്മളെന്തെങ്കിലും ഒരു പേപ്പർ അതിലിട്ടിട്ട് അത് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൊന്തിച്ചാൽ മതി. ആ നടുവുണ്ടല്ലോ, ആടെ നമുക്ക് സെല്ലോ ടാപ്പ് ഒട്ടിക്കണം, എന്നാലേ അത് നമുക്ക് പൊന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കമൻറ്റ് ചെയ്യാം. ബൈ ബൈ.